ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളാണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് വരുന്ന കുറച്ച് മുന്നേ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഡാസ്ലറിൻ്റെ ഈ ഹേസൽനട്ട് കപ്പ് എന്ന് പറഞ്ഞ ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് കുറച്ച് മുന്നേ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാക്കേജിങ് കേട്ടോ. നമുക്ക് ഷെയ്ഡ് പുറത്തുനിന്ന് കാണാം. ഈ ഒരു റേഞ്ചിൽ വേറെ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വൈറലായിട്ടുള്ള. നല്ല കംഫർട്ടബിൾ ആണ്, വെയർ ചെയ്യാൻ. മാറ്റ് ഫിനിഷ് ആട്ടോ, പക്ഷേ നല്ല കംഫർട്ടബിൾ ആണ്. ഇതിനാണെങ്കിൽ ഒരു ക്യാൻഡിയുടെ ടൈപ്പ് സ്മെല്ലാണ്. നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ഫോമുലയാണ്. പിന്നെ ഫ്ലാറ്റ് ആപ്ലിക്കേറ്റർ ആട്ടോ വരുന്നത്. ഈ ഒരു ഷെയ്ഡാണെങ്കിൽ എല്ലാ സ്കിൻ ടോൺസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണെങ്കിൽ വേറെ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആട്ടോ. ആമസോണിൽ ഇപ്പോൾ 185 റുപ്പീസിന് ഈ ഒരു ഷെയ്ഡ് അവൈലബിൾ ആണ്. പിന്നെ അത് ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. ആൻഡ് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഉള്ളിന്ന് പോകും കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക്. പിന്നെ നമ്മൾ ഏത് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ലിപ് ബാം എന്തായാലും യൂസ് ചെയ്യണം. എസ്പെഷ്യലി മാറ്റ് ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ എന്തായാലും ലിപ് ബാം അപ്ലൈ ചെയ്യണം കേട്ടോ. ജസ്റ്റ് സ്വാച്ച് ചെയ്യാം. അടുത്ത എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് റേഞ്ചിൽ നിന്നുള്ള ഒരെണ്ണമാണ് മേബ്ലിൻ്റെ ക്രീമി മാറ്റ് കളക്ഷനില്ലേ. ആ ഒരു കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് മിഡ് ടൗൺ പിങ്ക് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു പീച്ച് ടോൺ വരുന്ന ഷെയ്ഡാണ്. ഞാൻ നെയിം കണ്ടപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡാവുമെന്ന് വിചാരിച്ചത്, പക്ഷേ കുറച്ചുകൂടി ഒരു പീച്ചി സൈഡിലേക്കാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. ഞാൻ ഈ ഒരു റേഞ്ചിൽ നിന്ന് വേറൊരു ഷെയ്ഡ് മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫേവറേറ്റ് ആണ് ന്യൂഡ് നുവാൻസ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. അത് അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു പീച്ച് ടോണ് വരുന്ന ഷെയ്ഡാണ്. ഇതൊരു ക്രീമി മാറ്റ് ഫിനിഷാണ്. പറയുന്ന പോലെ തന്നെ ആ സെയിം ഫിനിഷ് ആട്ടോ വരുന്നത്. അപ്പോൾ ഇത് ക്രീമി ആയതുകൊണ്ട് അധികം ട്രാൻസ്ഫർ പ്രൂഫ് അല്ല കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ആ ക്രീമിനെസ്സിൻ്റെ ഒരു ഷൈനിങ് ഉണ്ടാവുക. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ഒപ്പിയിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഒരു മാറ്റ് ഫിനിഷിലേക്ക് വരും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി അത് ട്രാൻസ്ഫർ പ്രൂഫ് ആവും. പിന്നെ ഇതിൻ്റെ ലാസ്റ്റിംഗ് പവർ എന്ന് വെച്ചാൽ അധികം ലാസ്റ്റ് ചെയ്തില്ല. ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഉള്ളിന്ന് പോവും. പിന്നെ ഇത് റീഅപ്ലൈ ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോമുലയാണ് കേട്ടോ. എനിക്ക് ക്രീമി ആയിട്ടിരിക്കുന്ന കേട്ടോ കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അധികം ട്രാൻസ്ഫർ പ്രൂഫ് അല്ല കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഈ ഒരു ഷെയ്ഡ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള ഫോമുലയാണ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ ലിപ്സിൽ. ഇപ്പോൾ ഡ്രൈ ലിപ്സുകാർക്കൊക്കെ ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്തായാലും യൂസ് ചെയ്യാം. നല്ല കംഫർട്ടബിൾ ആണ്. ലിപ്സ് അങ്ങനെ ഡ്രൈ ഔട്ട് ആവത്തില്ല. ഈ ഒരു റേഞ്ചിലാണെങ്കിൽ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ കറണ്ട് റേറ്റ് വരുന്നത് 214 റുപ്പീസാണ്. പിന്നെ ഈ ഒരു ഷെയ്ഡാണെങ്കിൽ മീഡിയം ടു ഫെയർ സ്കിൻ ടോൺസിനാണ് സ്യൂട്ട് ആവുന്നത്. ഡീപ്പർ സ്കിൻ ടോൺസ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ബ്രൗൺ ലിപ് ലൈനർ വെച്ച് എഴുതിയാൽ മാച്ച് ആവും. അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡ് എഴുതിയിട്ട് ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ പെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷെയ്ഡിലേക്ക് വരുത്താം. ഈ ഒരു ഡാസ്ലറിൻ്റെ ഷെയ്ഡ് അതിന് അടിപൊളിയാട്ടോ. ഈ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നമുക്ക് പല ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വാഷ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഒറ്റൊരു ബ്രൗൺ ലിപ് ലൈനർ മതി കേട്ടോ. അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാച്ച് ആയിട്ടുള്ള ഓരോ ഷെയ്ഡായിട്ട് വരും. അടുത്തത് ഫെയ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ് വിപ്പാണ്. ഇത് കുറച്ച് നാൾ മുന്നേ വൈറലായിരുന്നു കേട്ടോ ഈ ഒരു റേഞ്ച്. ഈ ഒരു ഷെയ്ഡ് വരുന്നത് നട്ട് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഒരു ബ്രൗൺ പ്ലസ് ചെറിയൊരു പീച്ച് ടിൻ്റുള്ള ഷെയ്ഡാട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ഫോമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ ട്യൂബും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ്. ഈ റേഞ്ചിൽ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ ഇത് വെയർ ചെയ്യാൻ. മാറ്റ് ഫിനിഷ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, പക്ഷെ നല്ല കംഫർട്ടബിൾ ആട്ടോ ലിപ്സിൽ വെയർ ചെയ്യാൻ. ഇങ്ങനെയാണ് ആപ്ലിക്കേറ്റർ വരുന്നത്. സ്വാച്ച് ചെയ്യാം.
നല്ല കംഫർട്ടബിൾ ആട്ടോ അത് വെയർ ചെയ്യാൻ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 553 റുപ്പീസിനാണ്. ഈ ഒരു ഷെയ്ഡാണെങ്കിൽ എല്ലാ സ്കിൻ ടോൺസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. അടുത്ത മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ ഇങ്ക് ക്രയോൺ എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കാണ്. ഇതാണെങ്കിൽ 20 എൻജോയ് ദ വ്യൂ എന്ന് പറഞ്ഞ ഷെയ്ഡാട്ടോ. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് എടുക്കുന്നത്. പിന്നെ എൻ്റെ ബാക്കിലാണെങ്കിൽ ഒരു ഷാർപ്നർ വരുന്നുണ്ട്. ഷെയ്ഡ് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഒരു മാറ്റ് ഫിനിഷ് ആട്ടോ. പിന്നെ നല്ല കംഫർട്ടബിൾ ആണ് ലിപ്സിൽ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ലാണെങ്കിൽ അടിപൊളിയാട്ടോ. ഒരു വാനില കാരമൽ അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. അടിപൊളിയായിട്ടുള്ള സ്മെല്ലാട്ടോ. പിന്നെ ഇതാണെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് പോകും കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക്. റീ അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്വാച്ച് ചെയ്യാം. ടെക്സ്ചർ അടിപൊളിയാട്ടോ. ഇതാണെങ്കിൽ മീഡിയം ടു ഫെയർ സ്കിൻ ടോൺസിനാണ് സ്യൂട്ടബിൾ ആവുന്നത്. പിന്നെ ഡീപ്പർ സ്കിൻ ടോൺസ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ബ്രൗൺ ലിപ് ലൈനർ വെച്ച് പെയർ ചെയ്താൽ അല്ലെങ്കിൽ ബ്രൗൺ ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്താൽ സ്യൂട്ടായിട്ടുള്ള ഒരു ഷെയ്ഡായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 439 റുപ്പീസാണ്. വേറെ കുറേ ഷെയ്ഡ്സും ഈ ഒരു റേഞ്ചിൽ അവൈലബിൾ ആട്ടോ. പിന്നെ ഇതാണെങ്കിൽ ഒരു മീഡിയം കവറേജ് ആട്ടോ. നമ്മൾ ഒരു സ്വൈപ്പിലൊക്കെ മീഡിയം കവറേജ് കിട്ടത്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബിൽഡപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഇടയ്ക്ക് ഇതിൻ്റെ കൂടെ ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് പെയർ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി എനിക്ക് മാച്ചിങ് ആയിട്ട് വരും. ഡീപ്പർ സ്കിൻ ടോൺസ് ആണെങ്കിൽ ഇത് വാഷ് ഔട്ട്, ഈ ഒരു ഷെയ്ഡാണ് വാഷ് ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് പെയർ ചെയ്യുക, അല്ലെങ്കിൽ ബ്രൗൺ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എഴുതാം. അടുത്ത സ്വിസ് ബ്യൂട്ടിയുടെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാട്ടോ. നമ്പർ 5 കഫേ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൗൺ ലിപ്സ്റ്റിക്ക് ആട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് ഇത് വെയർ ചെയ്യാൻ. മാറ്റ് ഫിനിഷ് ആണ്, പക്ഷെ നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ട്രാൻസ്ഫർ പ്രൂഫ് ആട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പം ഒരു ലിപ്സ്റ്റിക്ക് ഇവിടുന്ന് പോകുവേ. ഞാൻ സ്വാച്ച് ചെയ്ത് ഞാൻ കുറേ മുന്നേ മേടിച്ചാട്ടോ ഈ ഒരു ഷെയ്ഡ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാട്ടോ. സോ ഞാനത് പർച്ചേസ് ചെയ്തത് 254 റുപ്പീസിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.